അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അപ്പം ഇനി അതിലൂടെ ഈ പറഞ്ഞ മെഷീനറികൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാനും അവിടെ ആവശ്യമായ മണ്ണൊക്കെ നീക്കം ചെയ്ത് കെട്ടിടത്തിനുള്ളിൽ തന്നെ ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തീർച്ചപ്പെടുത്താനും കഴിയും. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ തുറന്നു നടത്തുകയാണ്. നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ചാലിയാറിൽ വെച്ച് ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ, അത് നല്ല ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ടെത്തിയത്. തുടർന്നും നല്ല തോതിൽ തന്നെ ആ ശ്രമം നടത്തി ഏതെങ്കിലും ശരീരമോ ശരീരഭാഗമോ നദിയിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരാനും നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം പുനരധിവാസത്തിൻ്റെതാണ്. പുനരധിവാസം ഫലപ്രദമായി നടത്തേണ്ട ഒന്നാണ്. ഇപ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലായതുകൊണ്ട് തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുക. എന്നാൽ ക്യാമ്പ് ഒരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നേരത്തെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ അനുഭവം നമുക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ക്യാമ്പ് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്നൊരു ക്യാമ്പാണ്. ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ്. അപ്പം ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക. ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത്, ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് കടക്കാൻ പാടില്ല. കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ്, വിവിധ വീടുകളാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്ത് വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കുക. ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം. അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും. ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല. കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല, പല വീടുകളുണ്ട്. അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പം ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു സ്ഥലം ഒരുക്കും. അവിടെ വെച്ച് കാണുക, സംസാരിക്കുക, തിരിച്ചു പോകുക. ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പിനകത്ത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികൾ, അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട്.